Hi, I am Asha, working as SEO analyst in Codeis IT Solutions. ഞാനിപ്പോൾ കോഡേസിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 4.5 വർഷമായി. ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ ഞാൻ ഇത്രയും നാൾ ഉണ്ടാവും എന്നുള്ളത്. കോഡേസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കരിയർ ബ്രേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എൻ്റെ കരിയർ ഇതോടുകൂടി തീർന്നു എന്നായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഞാനൊരു SEO റിലേറ്റഡ് ഒരു കോഴ്സ് ചെയ്തത്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോഡേസിൻ്റെ ആയിരുന്നു. അങ്ങനെ അതിൽ സെലക്റ്റായി അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. 4.5 വർഷമായി ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. ഇത്രയും കാലം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഒന്നും തന്നെയാണ്. ഇവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് SEOനെ കുറിച്ചോ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഈ ട്രെയിനിങ് തന്നത് അന്നത്തെ ടീം ലീഡ്സ് ആയിരുന്ന അനുപമ, അനീഷ്, ജിഗിൻ ഇവരൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ ഓഫ് പേജിനെയൊക്കെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതൊക്കെ സജ്ജനമായിരുന്നു. കോഡേസിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ വർക്ക് കൾച്ചറാണ്. ഒരു 7 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി ഇപ്പം ഈ ലെവലിൽ എത്തിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ എംപ്ലോയീസിനെ മാനേജ്മെൻറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഞാൻ പറയുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി തന്നെയാണ്. പിന്നെ അതുപോലെ കരിയർ വൈസ് എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നാഷണൽ ലെവൽ SEO കോൺഫറൻസ് പോലെയുള്ള ഇവൻറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയെന്നുള്ളതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെ, എസ്പെഷ്യലി അതൊരു കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി ആയിട്ട് കാണരുതെന്ന്. പക്ഷേ കോഡേസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫാമിലിയുടെ ഒരു പാർട്ടായി മാറും. അതുപോലെയാണ് നമ്മുടെ CEO ജിജിനാണെങ്കിലും COO ശരത്താണെങ്കിലും ഇവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെന്താ, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് എൻജോയ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി ചെയ്യുക. അതിൽ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ മാക്സിമം സന്തോഷിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ജോലിയാണെന്നുള്ള ഫീല് നമുക്ക് ഉണ്ടാവില്ല.